ഗുരുവായൂർ കേശവനെ കുറിച്ചുള്ള ഒരു വീഡിയോ അത് നമ്മുടെ ചന്ദ്രശേഖരേട്ടന്റെ നേതൃത്വത്തിൽ അതിനുള്ളൊരു കാഴ്ചപ്പാട് റിലീസ് ചെയ്യാണ്. കാരണം ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വികാരമാണ്. കാരണം കാലങ്ങളായി ഗുരുവായൂരിന്റെ മഹിമ എന്നും ഗുരുവായൂരപ്പന്റെ ആശ്രിത വത്സനായിട്ട് വളർന്ന ഗുരുവായൂർ കേശവൻ വളരെ വ്യത്യസ്ത സ്വഭാവക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ മരണം സംഭവിക്കുന്നത് നമുക്ക് അത്ര നേരിട്ട് അനുഭവമില്ലെങ്കിലും ഗുരുവായൂർ കേശവൻ എന്ന ആന തീരുമാനിച്ചാൽ മാത്രം കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ആനയെ പാപ്പന്മാരുടെ കയ്യിലല്ല, ആന സ്വയം തീരുമാനിക്കണം. അതായത് ആനയുടെ കാലത്ത് ഒരു ചങ്ങല കൊളത്താൻ ശ്രമിച്ച ആന ഇഷ്ടപ്പെടില്ല, മേലെ ഒരു തോട്ടി കൊളത്താൻ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടില്ല. മറിച്ച് ആന സ്വയം തീരുമാനിച്ചാൽ അന്നത്തെ ആ ചടങ്ങുകൾ കൃത്യമായിട്ട് എടുക്കും. അതുപോലെ തന്നെ ആന ഗുരുവായൂർ കേശവൻ അമ്പലത്തിനകത്തോട്ട് എടുക്കുമ്പോൾ ആ പടി തൊട്ട് നെറുകിൽ വെച്ചിട്ടാണ് ഉള്ളിൽ കയറുക എന്ന് കേട്ടിട്ടുണ്ട്. അതൊരു അദ്ദേഹത്തിന് ആ ആനയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് ആന എവിടെ അടഞ്ഞാലും, ഇപ്പൊ തൃശ്ശൂർ വെച്ചിട്ട് അടഞ്ഞിട്ട് ആന നേരെ ആരും ഒരു ശല്യം കൂടാതെ നേരെ ഗുരുവായൂർ വന്ന് നിന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ആനയുടെ ഒരു വൈഭവം, ആന ഗുരുവായൂരപ്പനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഗുരുവായൂരപ്പന്റെ സ്വന്തം ആശ്രിത വത്സനായിട്ടാണ് അവൻ ഇവിടെ വന്നത്. ഇതിങ്ങനത്തെ ഒരു സംഭവം സംഘടിപ്പിച്ച ചന്ദ്രശേഖരേട്ടനും ആ കൂട്ടുകാർക്കും അദ്ദേഹം അറിയാം. അദ്ദേഹം ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് ഉല്ലൂക്കരയിൽ ജനിച്ച് ഗുരുവായൂർ താമസമാക്കി സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് കാലം ജോലി ചെയ്ത് പിന്നീട് സാമൂഹ്യ സേവന പാതയിലേക്ക് തിരികുകയും ഒരുപാട് സേവനങ്ങൾ നടത്തുകയും കോവിഡ് കാലത്തൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളെ സഹായിച്ച ആ ചന്ദ്രശേഖരേട്ടൻ ഇത് നിർമ്മിച്ച ഈ ഒരു വീഡിയോ പ്രകാശനമാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.